ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ലവ് സ്കൗട്ടിൻ്റെ 7th എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് വയലിൻ കൺസേർട്ട് കാണാൻ വേണ്ടി പോയിരിക്കുന്ന നമ്മുടെ നായകനെയും നായികനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺസേർട്ട് എൻജോയ് ചെയ്ത് കാണുന്നത് നമ്മുടെ യുൺഹോ മാത്രമാണ് കേട്ടോ. നമ്മുടെ നായികയ്ക്കാണെങ്കിൽ അവൻ്റെ കൈൻ്റെ മേലെ ഇവളുടെ കൈയും കൂടി വെക്കാനുള്ള ഭയങ്കര ടെൻഡൻസി ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിലാണ് നമ്മുടെ നായിക ഈ ഒരു കൺസേർട്ട് ഫുള്ളിരുന്ന് കാണുന്നത്. അതിനുശേഷം അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയിട്ട് തിരിച്ച് ഇവൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ യുൺഹോ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും പോയി ഫുഡ് കഴിച്ചിട്ട് വരാം, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പം നമ്മുടെ ജിയൂൺ പറയുന്നുണ്ട്, അല്ല അത് വേണ്ട, നമുക്ക് എന്തായാലും നടന്നു പോകാം, ഒരുപാട് ദൂരെയൊന്നുമല്ലല്ലോ ഡിന്നർ കഴിക്കാനുള്ള പ്ലേസ്, അപ്പം നമുക്ക് നടക്കാമെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ യുൺഹോ വിചാരിക്കുന്നുണ്ട്, അല്ല ഇവൾക്കിപ്പോൾ ഇതെന്താ പറ്റിയെന്ന്. അപ്പോൾ തന്നെ നമ്മുടെ ജിയൂൺ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല, ഇപ്പോൾ കൺസേർട്ട് കാണാൻ ഒരുപാട് നേരം ഇരുന്നില്ല, അപ്പോൾ ഒന്ന് നടന്നേക്കാം, അത് നല്ലതാണെന്ന് പറയാണ്. മാത്രമല്ല ഈ വെതറും നല്ലതാണ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തായാലും നടക്കാമെന്ന് പറഞ്ഞ് ആ ഒരു തീരുമാനത്തിലെത്തുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന വഴിയിൽ ഇവർ രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജിയൂൺ ചോദിക്കുന്നുണ്ട്, വൂൻ്റെ കൂടെ പോയ മീറ്റിംഗ് എന്തായി, നന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, ഇറ്റ് വെൻറ്റ് വെൽ, നന്നായി പോയി, കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നാളെ വൂനോട് ചോദിച്ചാൽ മതി എന്ന് പറയാണ്. അതായത് ഇവന് വർക്കിൻ്റെ സമയമല്ലാത്ത ഒരു ടൈമിൽ, അതായത് ഇവൻ്റെ ലെഷർ ടൈമിൽ, ഫ്രീ ടൈമിൽ വർക്കിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ യുൺഹോയ്ക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, നമ്മുടെ ബ്രെയിനും കുറച്ച് റെസ്റ്റൊക്കെ വേണമെന്ന് പറയാണ് കേട്ടോ ജിയൂണിനോട്. അങ്ങനെ സംസാരിച്ച് നമ്മുടെ യുൺഹോ ജിയൂണിനോട് ഒരു കാര്യം ചോദിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ സിയോക്കിൻ്റെ ആ ഒരു ബുക്ക് സ്റ്റോർ ഇല്ലേ, അത് ഓൾറെഡി സിയോക്ക അവിടെ വരുന്നതിന് മുൻപേ ആ ഒരു ബുക്ക് സ്റ്റോർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഒരുപാട് വർഷമായിട്ട് ആ ഒരു ബുക്ക് സ്റ്റോറിലത്തെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ യുൺഹോ ചോദിക്കുകയാണ്, അപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു ബുക്ക് സ്റ്റോറിലേക്ക് പോകാറുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിയൂൺ പറയുന്നുണ്ട്, ജിയൂൺ ഹൈസ്കൂളിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഒരു റെഫറൻസ് ബുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ബുക്ക് സ്റ്റോറിലേക്ക് ഫസ്റ്റായിട്ട് വന്നത്. അന്ന് വന്നപ്പോൾ ഇവിടുത്തെ ബുക്സിൻ്റെ സ്മെല്ലും ഇതൊക്കെ ഭയങ്കര ഫെമിലിയർ ആയിട്ടൊക്കെ ഇവൾക്ക് തോന്നി. അതിനുശേഷം സ്ഥിരം വന്നു തുടങ്ങിയതാണ് നമ്മുടെ ജിയൂൺ. മാത്രമല്ല നമ്മുടെ ജിയൂൺ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ സിഒ വന്നപ്പോൾ സിഒ ആയിട്ട് നല്ല കമ്പനി ആയി തുടങ്ങി. അപ്പോൾ നമ്മുടെ യുൺഹോ ചോദിക്കുന്നുണ്ട്, കുട്ടിക്കാലത്ത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നായക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് ചോദിക്കുകയാണ്. കുട്ടിക്കാലം മീൻസ് ഇവരുടെ ഒരു ടീനേജ് ടൈം കേട്ടോ. അപ്പോൾ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു, ഭയങ്കര ടിമിഡായിരുന്നു, എനിക്കധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വളർന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ചേഞ്ചസ് വന്നു, ഞാൻ ചേഞ്ചസ് വരുത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ യുൺഹോയ്ക്ക് ഓൾഡറായിട്ട് വളരാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ നായികയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, അവൾക്ക് വളരാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മൾ വളർന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ വീണു പോകും എന്നൊരു ചിന്തയാണ് കേട്ടോ നമ്മുടെ ജിയൂണിന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ യുൺഹോ പറയും, വീണാലെന്താ, വീണ്ടും അവിടെ നിന്ന് നമുക്ക് ഉയർന്നു കയറാൻ പറ്റില്ല എന്ന് പറയാണ്. നീ വീഴാൻ പോയാലും തന്നെ വീഴാതെ ഞാൻ പിടിക്കാമെന്നാണ് കേട്ടോ നമ്മുടെ യുൺഹോ പറയുന്നത്. ഐ വിൽ ഹോൾഡ് യു എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ജിയൂണിനോട്. അങ്ങനെ നമ്മുടെ ജിയൂണും യുൺഹോയും സംസാരിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഫാമിലി വന്നിട്ട് ഇവരോട് ചോദിക്കുന്നത്. അതായത് നമ്മുടെ യുൺഹോനോട് അവരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യുൺഹോ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലൊരു പെൺകുട്ടിയുണ്ട്, ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണേ. അവൾ വന്നിട്ട് നമ്മുടെ യുൺഹോനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോ ഞാനും എടുത്തു തരാം, എനിക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അറിയാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ജിയുൻ്റെയും യുൺഹോയുടെയും ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രെയിമിൽ രണ്ടുപേരെയും കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് നിർത്തി അവളൊരു ഫോട്ടോയും എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജിയൂൺ വീട്ടിൽ വന്നതിന് ശേഷം നോക്കുമ്പോൾ അവൾക്ക് ഈ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ യുൺഹോ. അപ്പോൾ യുൺഹോ പറയുന്നുണ്ട്, അവൾ നമ്മളെ പറ്റിച്ചു, അവൾക്ക് ശരിക്കും ഫോട്ടോ ഒന്നും എടുക്കാൻ അറിയില്ല, കാരണം വേറെ ഒന്നുമല്ല, അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തൊരു ഫോട്ടോ ആണ് കേട്ടോ. ജിയൂൺ ആണെങ്കിൽ ആ ഫോട്ടോ ക്ലാരിറ്റി ഒന്നും ഇല്ലെങ്കിലും അതങ്ങനെ അവളുടെ ഫോണിലേക്ക് സേവ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നാളെ കാണാം, നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജിങ് ഒക്കെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയിട്ടോ. ഡയൻ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക്സ് കമ്പനിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു പുതിയ മോയ്സ്ചറൈസറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ലേഡിയിൽ, അവളുടെ പേരാണ് ഹന്ന. നമ്മുടെ ഹന്നയാണെങ്കിലോ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യിൽ ആ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായി അബ്സോർബ് ചെയ്യുന്നുണ്ടോ, സ്കിന്നിന് നല്ലതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഹന്നയാണെങ്കിൽ എന്നിട്ട് അവൻ്റെ കൈ ഒന്ന് സ്മെൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ആ ഒരു മോയ്സ്ചറൈസർ നേരത്തെ അപ്ലൈ ചെയ്തല്ലോ, അപ്പോൾ അത് നല്ലതാണോ, സ്മെല്ലുണ്ടോ എന്നൊക്കെയാണ് അവൾ ചെക്ക് ചെയ്യുന്നത്. അതേ സമയത്താണ് അവനും അതിൻ്റെ സ്മെല്ല് നോക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹന്ന നോക്കുമ്പോൾ ചുറ്റുമുള്ള എല്ലാവരും ഇവരെ രണ്ടുപേരെയും ഒബ്സർവ് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. അവൾക്കാകെ എംബാരസ്മെൻറ്റും അക്വേർഡായിട്ടൊക്കെ തോന്നുകയാണ് അവിടെ. അപ്പോൾ ഈ ഹന്നയ്ക്ക് പുതിയൊരു ജോബിലേക്ക് സെറ്റാക്കി കൊടുക്കണം. ഇതാണ് നമ്മുടെ പീപ്പിൾസിൻ്റെ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹന്നയാണ് ജോബ് മാറണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പീപ്പിൾസിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹന്ന വർക്ക് പ്ലേസിൽ ഡേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആ ഡേറ്റ് ചെയ്ത ആളുമായിട്ട് ബ്രേക്കപ്പ് ആയി. അപ്പോൾ കൂടെ വർക്ക് ചെയ്യാൻ ഹന്നയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതാണ് കാര്യം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയൂൺ പറയുന്നുണ്ട്, ഇത് ചിലപ്പോൾ ഇമോഷണലി എടുത്തിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം, ഇനി ഒരിക്കലും അത് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യണം, സംസാരിക്കണം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു മീറ്റിംഗ് അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. ഹന്ന നേരത്തെ ഒരാളുടെ കൈ പിടിച്ച് സ്മെൽ ചെയ്ത് നോക്കിയില്ലേ, അയാളാണ് കേട്ടോ നമ്മുടെ ഹന്നയുടെ എക്സ് ബോയ് ഫ്രണ്ട്. അങ്ങനത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊളീഗ്സ് എല്ലാവരും കൂടി കോഫി കുടിക്കുകയാണ് കേട്ടോ.
അന്നയ്ക്ക് പുതിയ ജോബ് സെറ്റാക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് നമ്മുടെ ഗുറിം ആണ് കേട്ടോ. അന്ന ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആ കോസ്മെറ്റിക്സ് കമ്പനിയിലത്തെ വേറൊരു എംപ്ലോയിനെ ഇവർ മുൻപ് മാറ്റിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഹന്നയ്ക്ക് ഈ കോസ്മെറ്റിക് കമ്പനിയിൽ നിന്ന് മാറാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് അവിടെ തന്നെ അവളുടെ എൻ്റയർ ലൈഫിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗുറിം ബാക്കി എല്ലാവരോടും പറയാണ് കേട്ടോ. ഈ വർക്ക് പ്ലേസിൽ ഡേറ്റ് ചെയ്യുന്ന കാര്യമൊന്നും നമ്മുടെ ഗുറിമിന് തീരെ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ഗിയോങ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഗിയോങ്ങിന് അവളുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ സീക്രട്ട് ഡേറ്റിംഗ് ചെയ്യണം വർക്ക് പ്ലേസിലുള്ള ഒരാളുമായിട്ട്. ഇത് ഭയങ്കര റൊമാൻറ്റിക് ആണെന്നാണ് ഗിയോങ് പറയുന്നത് കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മുടെ ഗുറിം വീണ്ടും പറയുന്നുണ്ട്, അല്ല മോളെ അത് റൊമാൻറ്റിക് ഒന്നല്ല, നിനക്ക് പ്രാന്താണ് എന്ന് പറയാണ്. ഒക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ലീ പറയുന്നുണ്ട്, എന്തായാലും ഇത് നമ്മുടെ വർക്ക് പ്ലേസ് ആണ്, ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പോണില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയോണും സിയോയും കൂടി വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ജിയോണിനാണെങ്കിൽ ഒരു രീതിയിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അവൾ ഫുൾ ടൈം നോക്കുന്നത് ഗ്ലാസ്സിലൂടെ നമ്മുടെ യുൺഹോനെയാണ് കേട്ടോ. സിയോ പറയുന്ന ഒരു കാര്യം ഇവളുടെ തലയിൽ കയറുന്നില്ല. സിയോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ നായികയ്ക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി രണ്ടുപേരും കൂടി വർക്ക് പ്ലേസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സിയോ ആണെങ്കിൽ ഈ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത വഴിക്ക് നമ്മുടെ ജിയോൺ വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സിയോ അല്ല ഇത് ഇവളെന്താ കാണിക്കുന്നതെന്ന രീതിയിൽ നമ്മുടെ ജിയോനെ നോക്കുമ്പോൾ ജിയോൻ പറയുന്നുണ്ട്, എൻ്റെ സെക്രട്ടറി യുൻഹോ ഇപ്പോൾ വരും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ സിയോ ചോദിക്കുന്നുണ്ട്, അവനെങ്ങനെ ഇപ്പോൾ വരണേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ യുൻഹോ അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ യുൻഹോനെയും കൂട്ടി എല്ലാവരും കൂടി പീപ്പിൾസിലേക്ക് പോവുകയാണ്. അങ്ങനെ പീപ്പിൾസിൻ്റെ ഓഫീസിലെത്തിയതിന് ശേഷം യുൻഹോ നമ്മുടെ ജിയോൻ്റെ ഷെഡ്യൂൾസും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ മീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയുള്ള എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ആഫ്റ്റർനൂൺ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ പോകുന്നതിന് മുൻപ് പുറത്തുനിന്ന് ലഞ്ച് അറേഞ്ച് ചെയ്യാമെന്ന് പറയുകയാണ്. ജിയോനോട് ചോദിക്കുന്നുണ്ട്, ഫേവറേറ്റ് ആയിട്ടുള്ള ബേക്കറിയിൽ നിന്ന് വേണോ അതോ വേറെ സ്ഥലത്തു നിന്നുള്ള ലഞ്ച് വേണോ എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ജിയോൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് യുൻഹോയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ യുൻഹോ പറയുന്നുണ്ട്, എനിക്ക് സ്പൈസി സ്റ്റിർ ഫ്രൈഡ് പോർക്ക് കഴിക്കാനാണ് താല്പര്യം എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ജിയോൻ പറയാണ്, എന്നാൽ പിന്നെ നമുക്ക് അത് പോയി കഴിക്കാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ലഞ്ചിന് ആ ഫുഡ് ഫിക്സ് ചെയ്യുകയാണ് രണ്ടുപേരും. കുറച്ച് കഴിയുമ്പോൾ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോൾ നമ്മുടെ സിയോ വരികയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് പറയുമ്പോൾ നമ്മുടെ ജിയോൻ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അത് യുൻഹോനോട് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സിയോ പറയുന്നുണ്ട്, ആ സ്റ്റിർ ഫ്രൈഡ് പോർക്കിൻ്റെ കാര്യമല്ലേ, അതെനിക്കറിയാം, ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കഴിക്കാമെന്ന് പറയാണ്. ഇവിടെ ജിയോൺ വിചാരിച്ചത് നമ്മുടെ ജിയോണും യുൻഹോയും മാത്രം ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാമെന്നാണ്. പക്ഷേ ഇപ്പോൾ അതേ സിയോ കൂടി വരുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഒരുമിച്ച് പോകാമെന്ന് പറയുകയാണ് നമ്മുടെ സിയോനോട്, ഓക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ജിയോങ്ങും സിയോയും കൂടി ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് വൂ വരുന്നത് കേട്ടോ. വൂ ചോദിക്കുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിയോ പറയുന്നുണ്ട്, ഞങ്ങൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ സ്പൈസി സ്റ്റിർ ഫ്രൈഡ് പോർക്ക് കഴിക്കാൻ പോവുകയാണ്, നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വരുന്നുണ്ടേ വാ എന്ന് സിയോ ഇവനോട് പറയാണ്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ കൊളീഗ്സിനോടും ചോദിക്കുകയാണ്, നമ്മളിന്ന് അടുത്തുള്ള ഹോട്ടലിലേക്ക് പോകുന്നത്, അവിടുന്ന് സ്പൈസി സ്റ്റിർ ഫ്രൈഡ് പോർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വായോ എന്ന് പറയാണ്. കേട്ട മൊമെൻറ്റിൽ തന്നെ അവിടെയുള്ള ഒരുവിധം എംപ്ലോയീസ് ഒക്കെ കൈ പൊക്കുകയാണ് കേട്ടോ. ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ജിയോണാണെങ്കിൽ എതിർത്ത് ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. ഈ ടൈമിലാണ് നമ്മുടെ യുൻഹോ പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ യുൻഹോനോട് വാ നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ പോവുകയാണെന്ന് പറയാണ്. പോവുകയാണെങ്കിൽ നമ്മുടെ ജിയോനോട് പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ജിയോൻ പറയുന്നുണ്ട്, ഈ വെതറിന് ഈ ഫുഡാണ് നല്ലത് എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഗ്യുറിം ഹന്നേനെ മീറ്റ് ചെയ്യാണ് കേട്ടോ. അവളുടെ പുതിയ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട്. ഗ്യുറിം അപ്പോൾ ഹന്നേനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡേറ്റ് ചെയ്തത് സീക്രട്ട് ആയിട്ടാണ്, അപ്പോൾ ബ്രേക്കപ്പ് ആയതും ആർക്കും അറിയില്ലല്ലോ, അപ്പോൾ ജോബ് മാറേണ്ടത് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹന്ന കാര്യം പറയാണ്, അതായത് സംഭവം സീക്രട്ടായിരുന്നു, സീക്രട്ടായിട്ടാണ് ഡേറ്റിംഗ് ഒക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും തന്നെ ഈ ഒരു ഡേറ്റിങ്ങിനെ കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചൊക്കെ അറിയാം. അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സ് ബോയ് ഫ്രണ്ടിൻ്റെ പേര് ജിങ്കുക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരേ ടീം, അതായത് ഈ ജിങ്കുക്കുള്ള ആ ടീമിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ നമ്മുടെ ജിങ്കുക്കാണെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് ഇവർ സംസാരിക്കുന്നുണ്ട് അതേ കമ്പനിയിൽ നിന്നിട്ട്. അപ്പോൾ ഹന്ന പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ഡേറ്റിങ്ങിലായിരുന്നു, ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുമെന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, അവർക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാമെന്ന് പറയാണ് കേട്ടോ. അവനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇവള് തിരിച്ച് ഈ അകത്തേക്ക് കയറുമ്പോൾ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹന്നയുടെ പുതിയ പ്രൊജക്റ്റിൽ ജിങ്കുക്കിൻ്റെ ടീമിലാണ്. അപ്പോൾ ഹന്ന കംഫർട്ടബിൾ അല്ലെങ്കിൽ വേറൊരു ടീമിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ടാട്ടോ ഈ ഒരു സീനിയർ വന്നിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹന്നയ്ക്ക് മനസ്സിലാവുകയാണ്, ശരിക്കും ഈ ഓഫീസിലുള്ള അതായത് ഈ കമ്പനിയിലുള്ള എല്ലാവർക്കും തന്നെ അറിയാം ഇവർ രണ്ടുപേരും ബ്രേക്കപ്പായി ഡേറ്റിങ്ങിലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഭയങ്കര ചമ്മലും എംബാരസ്ഡും ഒക്കെ ആയിട്ട് തോന്നുകയാണ് കേട്ടോ നമ്മുടെ ഹന്നയ്ക്ക്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയോൺ വൂമിയങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ സിഇഒനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഓൾറെഡി പരിചയമുള്ളതാണ്. നമ്മുടെ ജിയോൻ്റെ പീപ്പിൾസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഈ വൂമിയങ് എന്ന് പറയുന്ന ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് നമ്മുടെ പീപ്പിൾസിൽ.
ഈ സിഇഒയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അവർ പുതിയ കുറേ ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട് ഫിനാൻസിലേക്കും എക്കണോമിയിലേക്കും. അപ്പോൾ നമ്മുടെ ഈ സിഇഒയ്ക്ക് അറിയുന്ന ഒരു വൈസ് പ്രസിഡന്റ് ലീ ഉണ്ട്. ആ ആളെ വേണം സജസ്റ്റ് ചെയ്യാൻ. അങ്ങനെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹെഡ് ഹണ്ടിങ് കമ്പനിയുടെ റെക്കമെൻഡേഷൻ വേണം. ജിയോൻ്റെ കമ്പനി പീപ്പിൾസ് ഒരു ഹെഡ് ഹണ്ടിങ് കമ്പനിയാണ്. അപ്പോൾ ജിയോൻ്റെ ഒരു റെക്കമെൻഡേഷനോ സിഗ്നേച്ചറോ ഉണ്ടെങ്കിൽ കാര്യം എളുപ്പമായി. ജിയോനാണെങ്കിൽ ആ ആളുടെ സി വി ഒക്കെ എടുത്ത് നോക്കിയതിന് ശേഷം പറയാണ്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ലോയലായിട്ടാണ് വർക്കൊക്കെ ചെയ്യുന്നത്. പീപ്പിൾസ് എന്ന് പറയുന്ന ഇവൾ നടത്തുന്ന ഈ ഒരു കമ്പനി ഇതുവരെ എത്തിയത് എല്ലാ ലോയും എല്ലാ പ്രിൻസിപ്പിളും ഫോളോ ചെയ്തിട്ടാണ്. അതുകൊണ്ട് സോറി, എന്നെ മനസ്സിലാക്കണമെന്ന് പറയാണ്. കേൾക്കുമ്പോൾ നമ്മുടെ സിഇഒ പറയും, നീ നല്ല രീതിയിലാണ് വളർന്നു വന്നിരിക്കുന്നത്, ഐ ആം ഹാപ്പി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇവളെ മനസ്സിലാക്കി ഈ സിഇഒ എന്ന് കാണുമ്പോൾ നമ്മുടെ നായികയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. ജിയോൺ എന്നിട്ട് പറയുന്നുണ്ട്, പീപ്പിൾസ് എന്ന് പറയുന്ന കമ്പനി ഞാൻ നല്ല രീതിയിൽ തന്നെ എൻ്റേതായ രീതിയിൽ വളർത്തി കൊണ്ടുവരും എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ജിയോൺ പോയതിന് ശേഷം ഈ സിഇഒ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിയോൺ പറഞ്ഞില്ലേ അവളുടേതായ രീതിയിൽ അവൾ പീപ്പിൾസിനെ വളർത്തുമെന്ന് പറഞ്ഞത്, ആ ഒരു കാര്യം കേട്ടോ ആലോചിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങേരുടെ ഒരു അസിസ്റ്റൻറ്റ് വന്നിട്ട് കരിയർ വേദത്തെ കിമ്മിന് ഇങ്ങേരെ മീറ്റ് ചെയ്യണമെന്ന് അറിയിക്കുന്നത്. അങ്ങനെ കരിയർ വേദത്തെ കിമ്മുമായിട്ട് ഇങ്ങേരെ മീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കിമ്മിന് ഒരു ലക്ഷ്യമുണ്ട്. കിം എന്തായാലും ഇയാളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കമെൻഡേഷൻ കിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽപ്പിന് പകരമായിട്ട് കിമ്മിന് വേണ്ടത് പീപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ്. നമ്മുടെ കിമ്മിന് ഓൾറെഡി അറിയാം ഇങ്ങേർക്ക് ഈ പീപ്പിൾസ് എന്ന് പറയുന്ന കമ്പനിയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, നല്ല ഷെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു അപ്പോയിൻമെൻറ്റിനെ അവിടെ വെക്കാനുള്ള ആ ഒരു അധികാരവും ഈ സിഇഒക്ക് ഉണ്ട്. അപ്പോൾ കിം എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിമ്മിനെ കൊണ്ട് ഒരുപാട് ഹെൽപ്പ് ഇങ്ങേർക്ക് ഉണ്ടാവും, പക്ഷെ ജിയുണിനെ കൊണ്ട് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് കിം പറയുന്നുണ്ട്, ജിയുണിനേക്കാളും നിങ്ങൾക്ക് യൂസ്ഫുള്ള് ഞാനാണെന്ന് കാണുന്ന ആ ഒരു ടൈമിൽ പീപ്പിൾസ് എനിക്ക് തരണമെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഈ സീൻ അവിടെ എൻഡ് ആവുകയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഒരു ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഹന്നയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ ജിങ്കുക്ക്, അവൻ്റെ കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യുറിമിനാണ് കേട്ടോ. ഗ്യുറിം ആണെങ്കിൽ ഒരു രീതിയിലും ഈ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. വർക്ക് പ്ലേസിൽ ഡേറ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല, ബാഡാണ് എന്നാണ് നമ്മുടെ ഗ്യുറിം പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കോൾ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് ഷുവർ ചെയ്ത് പറയാണ് ബാക്കിയുള്ള കോവർക്കേഴ്സിനോട്. ഇത് കേൾക്കുന്ന നമ്മുടെ ഗിയോങ് ആണെങ്കിൽ പറയുന്നുണ്ട്, അതത്ര ബാഡൊന്നും അല്ല, അത് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്, റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗ്യുറിം പറയുന്നുണ്ട്, അത് നിനക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നീ അങ്ങനെ വിചാരിക്കുന്നതെന്ന് പറയാണ്. ഇപ്പോഴാണ് നമ്മുടെ ഗിയോങ് നമ്മുടെ യുൻഹോനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താ അഭിപ്രായം, അതായത് വർക്ക് പ്ലേസിൽ ഡേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ലീ ചോദിക്കുന്നുണ്ട് ഗ്യുറിമിനോട്, എന്തുകൊണ്ടാണ് വർക്ക് പ്ലേസിൽ ഡേറ്റ് ചെയ്യുന്നതിന് നീ ഇത്രമാത്രം എതിര് നിൽക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്യുറിം ആണെങ്കിൽ അതിന് നോ കമൻസ്, ഒന്നും തന്നെ പറയാനില്ല എന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ ഇവിടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ലീ പെട്ടെന്ന് ചുമ്മാ തിരിഞ്ഞു നോക്കുമ്പോൾ ജിയുണ്ണ അവിടെ കണ്ടിട്ട് ഞെട്ടുന്ന കേട്ടോ. അപ്പോൾ ലീ ചോദിക്കുന്നുണ്ട്, അല്ല മാം എന്താ ഫുൾ ടൈം അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവിടെ ജിയൂൺ ആണെങ്കിൽ യുൻഹോയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നൈസായിട്ട് മിണ്ടാണ്ട് നിന്നതാണ് കേട്ടോ. പക്ഷേ പിടിക്കപ്പെട്ടു. ജിയൂൺ ചെറിയ രീതിയിൽ എംബാരസ്ഡ് ആവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് മുൻപിലിരുന്ന കുറേ ഫയൽസിൽ നിന്ന് ഒരു ഫയൽ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അന്വേഷിച്ച ഫയൽ കിട്ടി, ഇതാണ് ഞാൻ അന്വേഷിച്ചതെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഓഫീസിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ സിഇഒ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിഇഒയുടെയും വൂവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൂ ആൻഡ് സിഇഒ ഭയങ്കര ഡിസ്കഷനാണ് കേട്ടോ. നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ഒരു രീതിയിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. കാരണം നമ്മുടെ നായകൻ്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ അവൻ്റെ അഭിപ്രായം പറയുന്നതിന് മുൻപ് തന്നെ ഒരാൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു മറയായിട്ട് വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവൾക്ക് മനസ്സിലാവുന്നില്ല, ലിപ്പുമ്മൻ്റെയൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിച്ചത്, പക്ഷേ ഇവൾക്ക് അവൻ്റെ അഭിപ്രായം എന്താണെന്ന് മനസ്സിലായില്ല. അവൾ ആ ദേഷ്യത്തിൽ പെൻസിൽ അമർത്തുമ്പോൾ അതൊക്കെ പൊട്ടുകയാണ് കേട്ടോ, പെൻസിലിൻ്റെ തുമ്പൊക്കെ. അപ്പോൾ ഇവളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിഒ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിയോനാണെങ്കിൽ അതൊന്നും പറയുന്നില്ല. ഈ മീറ്റിംഗ് വീണ്ടും കണ്ടിന്യൂ ആവുന്നുണ്ടെങ്കിലും അവളുടെ കോൺസെൻട്രേഷനൊക്കെ വീണ്ടും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൂന് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു സംഭവം ഇവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്.